വചന പ്രഘോഷണത്തിലേക്ക് കടക്കാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന സമയങ്ങളുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ആശ്രയമില്ലാത്ത സമയങ്ങളുണ്ടാവാറുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ വാവനൂർ ശാന്തേച്ചിയുടെ സാക്ഷി നമ്മൾ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളും ആശകളും നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ട് ശാന്തേച്ചിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് ദൈവമാണ് നമ്മുടെ പ്രതീക്ഷ, ദൈവമാണ് നമ്മുടെ ആശ്വാസം. അതാണ് ഈ ദൈവമക്കൾക്കുള്ള ലോകത്തിലുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ, ലോകജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്, ദൈവമക്കൾക്ക് പ്രതീക്ഷ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മളെ ദൈവമക്കൾ എന്ന് പറയുന്നത് തന്നെ. എനിക്ക് അധികം പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ദൈവം എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആദ്യം നമുക്ക് 12-ാമത്തെ വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതെ. മതി, ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ കർത്താവേ, അടിയങ്ങളെ താഴ്ത്തി പരിമേൽപ്പിക്കുന്നു. ലഭിച്ചിരിക്കുന്ന വാക്യത്തിനാട് സ്തോത്രം. ഹല്ലേലൂയ. ഇതിൽ നിന്ന് പറയുവാൻ ദൈവം അങ്ങ് കൂടെ ഇരിക്കണമേ കർത്താവേ. അടിയേണ്ടതായിട്ടുള്ള ഒരു വാക്കുകളും വരുവാൻ ദൈവമേ സമ്മതിക്കരുതേ. എന്ത് ദൈവദിനത്തിന് ആവശ്യമുണ്ട് അത് പറയുവാൻ, അത് വിട്ടുപോകാതെ പറയുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. അടിയനെയും താഴ്ത്തി പരിമേൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചിക്കുന്ന സ്തോത്രം യേശു നാമത്തിൽ ഉണ്ടായി കേൾക്കുമാറാണമേ. സ്തോത്രം. യഹോശഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യഹോശഫാത്ത് യഹൂദയുടെ ഒരു രാജാവായിരുന്നു. ആസയുടെ മകനായ യഹോശഫാത്ത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ യഹോശഫാത്ത് രാജാവായ സമയത്ത് യഹോശഫാത്തിനെ കുറിച്ചിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. യഹൂദ രാജാക്കന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളിലെ രാജാക്കന്മാരിൽ പലരും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിച്ചവരും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ജീവിച്ചവരും, അശേര പ്രതിഷ്ഠകളെ അതുപോലെ മറ്റുള്ള ജാതികളെ, മറ്റുള്ള ദൈവങ്ങളെ കൂടെ കൊണ്ടു നടന്നിരുന്ന രാജാക്കന്മാരെ നമുക്ക് ബൈബിളിൽ കാണാനുണ്ട്. ഇവിടെ യഹോശഫാത്തിനെ കുറിച്ചിട്ട് നമുക്ക് കാണുന്നത് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു രാജാവായിട്ട് നമുക്ക് കൂടുതൽ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവം യഹോശഫാത്തിൻ്റെ കൂടെ ഇരുന്ന് യുദ്ധങ്ങളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിജയിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. 20-ന്റെ മതി. അപ്പൊ നമുക്ക് 1-ാമത്തെ വാക്യത്തിൽ മനസ്സിലാവുന്നത് മോവാബ്യരും അമ്മോന്യരും അവരോട് കൂടെ മെയൂന്യരിൽ ചിലരും യഹോശഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ഒരു യുദ്ധത്തിന് ഒരു രാജ്യമല്ല അവർക്കെതിരെ വന്നിട്ടുള്ളത്, പല രാജ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല, പല പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാറ്. ഇവിടെ യഹോശഫാത്തിന്റെ എതിരെ വന്ന ഉടനെ അപ്പോൾ ചില ആളുകൾ യഹോശഫാത്തിന്റെ അടുത്ത് വന്ന് പറയണ കാര്യം എന്താണ്? വലിയൊരു ജനസമൂഹം കടലിനക്കരെ നമുക്കെതിരായിട്ട് വരികയാണ്. അപ്പൊ ഈ വലിയ സമൂഹത്തിനെ കണ്ടുകൊണ്ടുന്ന യഹോശഫാത്ത് മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ കത്തിക്കിരി കഴിഞ്ഞു, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവിടെ ആശ്രയമായിരിക്കുന്ന തൻ്റെ
സൈന്യം, അതായത് യഹോശഫാത്തിന് അറിയാം എനിക്ക് എത്ര സൈന്യമുണ്ട്, എനിക്ക് എത്ര പ്രാപ്തി ഉണ്ട് എന്നുള്ളത് യഹോശഫാത്തിന് അറിയാം. പക്ഷെ അവിടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ജനസമൂഹം കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ സൈന്യത്തിന്റെ അത്രയ്ക്ക് പ്രാപ്തി ഇല്ല എന്നുള്ളത് യഹോശഫാത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോഴാണ് നമ്മുടെ 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ആ ആ ആ ആ ദൈവമേ ഞാൻ എന്ത് ചെയ്യും. നമ്മുടെ ജീവിതത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മളെന്നെ ദൈവം പഠിപ്പിക്കുന്നത്. പൂർണ്ണമായി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, പൂർണ്ണ ശക്തിയോടും അവനെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അവിടെ വലിയൊരു വിടുതൽ കാണാൻ സാധിക്കും. ഈ യഹോശഫാത്തിന് ആ ഭാഗം നമുക്ക് അടുത്ത വാക്യം ഒന്ന് വായിക്കാം. 3-ാമത്തെ വാക്യം. അവിടെയാണ് യഹോശഫാത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു സംഭവം. വലിയ ഒരു സൈന്യം അവനെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു വരുമ്പോൾ സാധാരണ രാജാക്കന്മാർ ചെയ്യുന്ന വെച്ചാല് സൈന്യത്തിന്റെ ബലം ഒന്നുകൂടി കൂട്ടാൻ നോക്കും, കുറച്ചും കൂടി ആൾക്കാരെന്നെ സൈന്യത്തിലേക്ക് കേൾക്കാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതിനേക്കാൾ ഇരട്ടി ശക്തി നമുക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് സാധാരണ രാജാക്കന്മാര് അല്ലെങ്കിൽ ലോകപരമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യര് ചിന്തിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഉപവാസം പ്രഖ്യാപിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷമസ്ഥിതികളിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് അടുത്തിരുന്ന് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വിടുതൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ഒരിക്കലും ജഡരക്തങ്ങളോടല്ല. നമ്മുടെ ചുറ്റുപാടിൽ പല പ്രശ്നങ്ങൾ നമുക്കെതിരെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ എന്തെങ്കിലും പറയുമ്പോഴും നമുക്ക് അവരോട് ദേഷ്യം വരേണ്ട കാര്യമില്ല. കാരണം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ദൈവത്തിന് അത് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ കയ്യിൽ താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ, അവന്റെ കരത്തിന് കീഴിൽ താഴ്ന്നിരുന്ന തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലത്തിനുള്ള കരത്തിന് കീഴിൽ താണിരിക്കാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെ നമുക്ക് സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ സമാപ്തി വരുത്തും. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവന്റെ വീര്യമുള്ള കൈകൊണ്ട് നമ്മളെ രക്ഷിക്കും. ഇവിടെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് കിടക്കാം. അവിടെ നമുക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത്, നമ്മൾ പണ്ട് കാലങ്ങളിൽ, ഞാനൊക്കെ ഈ സഭയിലേക്ക് വരാൻ തുടങ്ങിയ സമയങ്ങളിൽ ഉണ്ടായിരുന്നൊരു സാഹചര്യം, പലപ്പോഴും നമ്മുടെ ബേബി അടുത്തൊക്കെ സാക്ഷ്യത്തിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള കാര്യമാണ്, ഒരു പ്രശ്നം ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രോഗം ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പണ്ട് അത് ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം അതിൻ്റെ അളവ് കുറഞ്ഞോ എന്നൊരു തോന്നല് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനാ പ്രശ്നമുണ്ട്, അവനല്ലെങ്കിൽ അങ്ങനെ വരേണ്ടത് തന്നെയാണെന്നുള്ളൊരു ചിന്തയിലേക്കാണ്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത് വന്നത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാന്നുള്ള ചിന്തയാണ് പൊതുവെ നമ്മുടെ ജനത്തിന്റെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ, മറ്റുള്ള പുറമുള്ള ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും ഒരു തോന്നൽ വരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അവര് ഒന്നിച്ചു കൂടി യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു യുദ്ധത്തിൽ നിന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവർക്കൊരു സാവകാശം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ വലിയൊരു വിടുതൽ കൊടുക്കാൻ സാധിക്കുന്നു, നമുക്കവിടെ കാണാൻ സാധിക്കും. അടുത്ത വാക്യം നമുക്ക് വായിക്കാം, 5-ാമത്തെ വാക്യം.
അവിടെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാൻ സാധിക്കുന്ന വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആശ്രയം, പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. ദൈവം വലിയവനാണെന്നുള്ളത് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാനാണ് ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലിയവനാണ് കർത്താവ് എന്നാണ്, ദൈവം എന്നാണ് അവിടെ കാണിച്ചു തരുന്നത് നമുക്ക്. ബാക്കി ഒന്നുകൂടി വായിച്ചാൽ, നമ്മുടെ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവനല്ലോ, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. അതായത് നമ്മളിന്ന് കാണുന്ന ഏത് ശക്തികളായാലും ആ ശക്തികളെല്ലാം ജയിക്കാൻ നമ്മുടെ ദൈവത്തിന് നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചെടുത്തു കഴിഞ്ഞാൽ ഏത് വിഷയത്തിൻ്റെ മുകളിലും ദൈവം നമുക്ക് ജയം തരാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു സംശയമില്ല. കാരണം പല 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 വിഷയങ്ങൾ, പല പല ആളുകളുടെ കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അവങ്കിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. ആ നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയതായിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തികളുടെയും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോ വിഷയത്തിൻ്റെ മുകളിൽ ജയം കിട്ടാൻ ഉണ്ടായ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിലെ അവരുടെ മുഖം ലജ്ജിച്ചു പോയതിൽ അവർ നമ്മൾ എങ്ങനെയാണ് അവങ്കിലേക്ക് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാം. സങ്കീർത്തനം 143 6 വാക്യം എന്ന് വെച്ചാൽ, അവങ്കിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. നമുക്ക് അടുത്ത വാക്യം 121 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. അവങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി നമുക്ക് ദൈവത്തിലേക്ക് നമുക്ക് അർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 25:1 സങ്കീർത്തനം 25:1 അല്ല, സങ്കീർത്തനം 25:1. എൻ്റെ മനസ്സ് ഉയർത്തുന്നു. നമ്മുടെ മനസ്സ് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കൈകൾ, കണ്ണുകൾ, മനസ്സ്. അതുപോലെ തന്നെ 143 8 വാക്യമായി, 143 8. എൻ്റെ ഉള്ളം ദൈവത്തിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൈകൾ, കണ്ണുകൾ, മനസ്സും നമ്മുടെ ഉള്ളും ദൈവത്തിലേക്ക് ഉയർത്തി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ, ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 4:12 വാക്യം കൂടി ഒന്ന് വായിക്കാം. ആ കർത്താവിലേക്കാണ് നമ്മളിതെല്ലാം ഉയർത്തേണ്ടത്. നമ്മുടെ കൈകളും മനസ്സും ശരീരവും ഉള്ളും എല്ലാം നമ്മുടെ വേറെ ഒരുത്തനിലും രക്ഷയില്ല എന്നുള്ളത് നമുക്ക് ബൈബിൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ദൈവം പറയണതാണ്. നമ്മൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ചുറ്റുഭാഗങ്ങളും പല 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 പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിലേക്കൊന്നും നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ കർത്താവിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്താനാണ് പറയണത്. അപ്പോൾ ഒരു വാക്യം കൊണ്ട് വായിക്കാം. മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിന് 32 വാക്യം. നമ്മുടെ കർത്താവിലേക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം നമ്മളിന്ന് സങ്കീർത്തനത്തിൽ കേട്ടതാണ്. അതിലേക്ക് തന്നെയാണ് ദൈവം വീണ്ടും നമ്മളെ എത്തിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആ വാക്യം വരണേന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ നമുക്കൊരു പൂർണ്ണതക്കുറവ് ഉണ്ടോ എന്നുള്ളത് വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തന്നെ ദൈവം കാണിക്കുന്നത്. പൂർണ്ണതക്കുറവുള്ള പലരെയും നമ്മുടെ മുമ്പിൽ കണ്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ആദ്യത്തെ രാജാവായിരുന്നു ശൗല്. ശൗലിൻ്റെ ജീവിതത്തിൽ നോക്കിയേ. ശൗലിൻ്റെ ജീവിതത്തിൽ ഫെലിസ്ത്യര് യുദ്ധത്തിന് വന്നു. അവിടെ നമുക്ക് അതിൻ്റെ ദിനവൃത്താന്തം 18-ന്റെ 13 വാക്യം വായിക്കാം.
വാക്യത്തിൻ്റെ ഇത് തെറ്റിയിലാണ്. ശൗലിൻ്റെ അടുത്തേക്ക് ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നപ്പോൾ ശൗല് അവിടെ ചെയ്തിരിക്കുന്നത് വെളിച്ചപ്പാടത്തികളുടെ അടുത്തേക്ക് പോയി എന്നാണ് കാണിക്കുന്നത്. അത് ആ വാക്യം എഴുതിയത് തെറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ദിനവൃത്താന്തം 10:13 വായിച്ചേ. ഈ ഒന്ന് ദിനവൃത്താന്തം 10:13 നേരത്തെ വായിച്ചത് അല്ലേ? ആ, അതാണ് വായിക്കാൻ പറഞ്ഞത്. ഒന്ന് ദിനവൃത്താന്തം 10:13. ആ, അപ്പോൾ അവിടെ ശൗലിനെ നമുക്ക് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് അരുളപ്പാട് ചോദിക്കേണ്ടതായിരുന്നു ശൗല്. പക്ഷേ അവിടെ വെളിച്ചപ്പാടത്തികളുടെ അടുത്തും അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പട്ടുപോകുന്നതായിട്ടുള്ള സാഹചര്യം വന്നു. അവനെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ: പൂർണ്ണമായി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഏത് സാഹചര്യം വന്നാലും ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളതിനെ അതിലേക്ക് നടത്തും. നമ്മുടെ ഏത് വിഷയത്തിന് മുകളിലും ജയം തരും എന്നാണ് ദൈവം നമുക്കവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അവൻ ക്രൂശീകരണം കഴിഞ്ഞ് സ്വർഗാരോഹത്തിന് മുമ്പായിട്ട് നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് കർത്താവ് ഇവിടുന്ന് പോയത്. മത്തായി 28:20 വാക്യം വായിക്കാം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പം നമുക്ക് ആശ്രയിക്കാനായിട്ടുള്ള കർത്താവ് ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യമാണ്, നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള വാക്ക്. കർത്താവ് നമ്മളോട് ഒപ്പമുണ്ട്. അതുകൊണ്ട് ഭക്തനായ ദാവീദ് എന്ത് പാടി? കൂരിരുൾ താഴ്വിൽ കൂടി നടന്നാലും ഞാനൊരാടത്തും ഭയപ്പെടുകയില്ല. കർത്താവ് നമ്മൾ കൂടെയുണ്ട് എന്നുള്ള മർമ്മം വെളിപ്പെട്ട പൗലോസ് ഒരേ ആഹാരം തിന്നും എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ. ആ പാറ ക്രിസ്തുവായിരുന്നു. 1 കൊരിന്ത്യർ 10:4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റാനും ഇരുമ്പ് ഓടാമ്പലുകൾ തന്നെ തകർക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാവിധ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് വാക്യങ്ങൾ അതിൻ്റെ പിന്നാലെ എഴുതിയിരിക്കുന്നത്. സമയക്കുറവ് മൂലം എല്ലാ വാക്യങ്ങളും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ, അതാണ് ഇതിൻ്റെ ആകത്തുകയായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് സ്വന്തം വിവേകത്തിൽ നമ്മൾ ചിലത് ആലോചിക്കാൻ തുടങ്ങും. അത് നമ്മൾ മാറ്റിവെച്ച് ദൈവത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ വഴി നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.